നമസ്കാരം, ഞാൻ വിനോദ്. പൈനി സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ബോഡ്മാസ് റൂൾ പ്രകാരം ഉള്ള ക്രിയകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ടോ, ബോഡ്മാസ് ബി ഈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, ഓ ഓർഡർ അതായത് റൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പിന്നീട് ചെയ്യണം, ഡി ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്കിതനുസരിച്ച് ചെയ്തു നോക്കാം. 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3. നോക്കാം. ആദ്യം ഏത് ചെയ്യണം? ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. പിന്നെ ഓർഡർ സ്ക്വയർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ല. പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. മുകളിൽ ഡിവിഷൻ ഇല്ലല്ലോ, മുകളിലത്തെ ആദ്യം ചെയ്യാം. മുകളിൽ ഇതേ ഉള്ളൂ, അപ്പം അതാദ്യം ചെയ്യാം. 48 മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 12 36 പ്ലസ് 9. പിന്നെയോ മുകളിലത്തെ പൂർത്തിയാക്കിയിട്ട് താഴോട്ട് വരാം. 48 മൈനസ് 36 പ്ലസ് 9. മൈനസും പ്ലസും മാത്രമുള്ള നമ്മൾ ഈ ക്രമം നോക്കണ്ട, ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 48 36 പോയാൽ എത്രയാണ്? 36 4 40 12 അല്ലേ? പ്ലസ് 9 ഈസ് ഈക്വൽ ടു 12ഉം 9ഉം 21 കിട്ടി. അത് എവിടുത്തെയാണ്? ഈ മുകളിലത്തെ ക്രിയകളെല്ലാം ചെയ്തപ്പോൾ 21 കിട്ടി. ഇനി അടുത്ത താഴെ 21 ഉണ്ടോ? 21 ബൈ 10 മൈനസ് 9 ഭാഗം 3. അത് ആദ്യം ഡിവിഷൻ ചെയ്യണം അല്ലേ? 9 ഭാഗം 3 എന്ന് പറയുമ്പോൾ എത്ര വരും? ആദ്യം 10 അതേപടി എഴുതുന്നു. 10 മൈനസ് 9 ഭാഗം 3 എന്ന് പറയുമ്പോൾ 3 ആണല്ലോ. 10 മൈനസ് 3 ഈസ് ഈക്വൽ ടു 21 ബൈ 10 മൈനസ് 3 എത്ര വരും? 7. ഇനിയോ 21 ബൈ 7 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 7 21 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. ഇതാണ് ആൻസർ. കണ്ടോ? ഇതുപോലെ 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഭാഗം 3 എന്നൊക്കെ വന്നാൽ ഇതുപോലെ എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കിയിരുന്നാൽ അല്ലേ? നമുക്ക് ഒരു കണക്കും കൂടെ ഇതുപോലത്തെ നോക്കാം. ഇത് നോക്കൂ, 100 പ്ലസ് 25 അത് ബ്രാക്കറ്റിനുള്ളിലാണ്, ഈ ബ്രാക്കറ്റിൽ അല്ലേ? മൈനസ് 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5. അപ്പോൾ ഇതിൽ ഏതാദ്യം ചെയ്യണം? ഈ ബ്രാക്കറ്റ്. ഇവിടെ ഏതാണ്? ഈ ബ്രാക്കറ്റ് അല്ലേ? നോക്കാം. 100 പ്ലസ് 25 125 മൈനസ് 5 ഇൻറ്റു 5 അങ്ങനെ തന്നെ എഴുതി. അടിയിൽ 5 ഇൻറ്റു 5. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. 125 മൈനസ് 5 ഇൻറ്റു 5. ഈ 5 ഇൻറ്റു 5 എത്രയാണ്? 25. 125 മൈനസ് 25. ഈ 5ഉം 5ഉം കൂടെ ഒളിച്ച് താഴെ എഴുതാം. 25. മനസ്സിലായില്ലേ? അടുത്തതോ 125 നിന്ന് 25 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 100. അടിയിൽ 25 വരും. ഇനി അത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 25 100ൽ എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യം. സിമ്പിളായിട്ട് ഉത്തരം കിട്ടി അല്ലേ? നമുക്ക് ഇത് കാണുമ്പോഴത്തേക്കും ആദ്യം ഇൻറ്റു കാണുന്ന ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഏതാണെന്ന് ഒരു കൺഫ്യൂഷൻ വരല്ലേ? ഈ ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, പിന്നെ 5 ഇൻറ്റു 5 25 എഴുതി കഴിഞ്ഞ് അതിനെ വെട്ടി കുറച്ച് കഴിയുമ്പോൾ 4 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മൾ ഈ ബോഡ്മാസ് റൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.